ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കുക്കിംഗ് വീഡിയോ ഒരു വെറൈറ്റിയാണ് കേട്ടോ. മുളക് പൊടിയൊന്നും ഇല്ലാതെ പച്ചമുളക് ചേർത്ത നല്ല പച്ച നിറത്തിലുള്ള നാടൻ കോഴിപ്പെരട്ടാണ് ഇന്നത്തെ റെസിപ്പി. നമ്മുടെ ക്ലീശ ചിക്കൻ കറിയൊക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ കളർ നാടൻ കോഴി റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 800 ഗ്രാം നാടൻ കോഴി ചെറിയ കഷ്ണങ്ങളാക്കിയത് 1/2 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും ചേർത്ത് കുക്കറിൽ 4 വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അടുത്തതായി നന്നായി ചൂടായിരിക്കുന്ന ഒരു ചീനച്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയ സവാള ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഒരു 12 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി നുറുക്കിയതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 8 പച്ചമുളക് 2ആയി മുറിച്ചതാണ്. അതിൻ്റെ കൂടെ 7 അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നന്നായി വാടി വരുമ്പോൾ ഒരു വലിയ പിടി മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഒരുപാടൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് വാടി കിട്ടുമ്പോൾ കോരി മറ്റൊരു പാത്രത്തിലേക്ക് തണുപ്പിക്കാനായി വെക്കാം. നന്നായി തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇനി ചീനച്ചട്ടിയിൽ ബാക്കിയുള്ള വെളിച്ചെണ്ണയിലേക്ക് ഒരു 3 സവാള കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി സവാളയിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. സവാള നമുക്ക് നല്ല ചുവക്കുന്ന രീതിയിൽ തന്നെ വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. സവാളയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് ഏകദേശം ഈ ഒരു പരുവാകണം. ഈ സമയം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് ചേർത്ത് ഇളക്കി ഉള്ളിയും ഗ്രീൻ പേസ്റ്റും നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്ന പരുവാകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല ഒരു പച്ച നിറമായി കിട്ടും. ആ ഒരു സമയം നമുക്ക് 1/2 കപ്പ് അളവിൽ പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കാം. അതും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ ഈ മസാലയിൽ എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമ്മുടെ കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായി ഒന്ന് തിളച്ച് കുറുകി വരുന്ന സമയം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡറാണ്. അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീൻ ലഗൂൺ ചിക്കൻ റോസ്റ്റ് എന്നോ കറിയെന്നോ എന്ത് വേണമെങ്കിലും പറയാം, അതിവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതേ. താങ്ക് യു.